ഹ്യൂമനോയിഡ് റോബോട്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ചെന്നൈയിലൊരു എക്സിബിഷൻ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു ഈ ഒരു റോബോട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വളരെ തിടുക്കത്തോടെ എല്ലാവരും അതിൻ്റെ പുറകെ നടന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺട്രോള് പോക്കും കണ്ടപ്പോൾ എനിക്ക് വളരെ ഭയമായിട്ട് തോന്നി. കാരണം അത് ഒരാൾ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ആ കൺട്രോൾ ചെയ്യുന്ന ആളെ നമ്മൾ ഒരുപാട് അവിടെ തിരഞ്ഞിട്ടാണ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് തന്നെ. അതിങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് ഇൻട്രാക്ട് ചെയ്ത് നടക്കുവാണ്. ആൾക്കാരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് അതെല്ലാവരും കാണുമ്പോൾ സെൽഫി എടുക്കുന്നു, കാര്യങ്ങളിങ്ങനെ നോക്കുന്നു, എടുക്കുന്നു, നടക്കുക. നമ്മൾ അതിനറിയില്ലല്ലോ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാണെന്നുള്ളത്. ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ ഇടിച്ചൊക്കെ കയറി പോവുക. ആൾക്കാരെല്ലാം ഇതിൻ്റെ പുറകെ നടന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ അത് തട്ടി വീഴാവുന്ന രീതിയിലൊക്കെ നടന്നിട്ടും എല്ലാം വീഡിയോ എടുക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങ് തിരക്കായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരക്കിനിടയ്ക്കാണ് നമ്മളിത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു വല്ലാത്ത അനുഭവം. ഒരു റോബോട്ടിനെ കൊണ്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ള സാധനമാണ്, എന്നാൽ പോലും റോബോട്ടിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഒരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹത്തിൻ്റെ പുറത്തൊരു ഷേക്ക് ഹാൻഡൊക്കെ റോബോട്ട് കൊടുക്കുന്നുണ്ട്. കൈയൊക്കെ കറക്റ്റ് പിന്നെ ഇതുപോലെയാണ് കേട്ടോ. വളരെ ഒരു രസമാണ്. അവിടെ ഒരു കുഞ്ഞു മാവ അവർക്ക് ഒരു ഹായ് ഒക്കെ നമ്മൾ പേടിച്ചു പോയത് കണ്ടപ്പോൾ. അതുപോലെ ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുടെ ചോദിച്ചു മനസ്സിലാക്കാം. பர்பஸ் ரோபோட் ஒரு ப்ரமோஷன் இல்ல ஏதாவது ஒரு ஃபேமிலி ஃபங்க்ஷன்னா சும்மா ஒரு இன்ட்ராக்ட் பண்றதுக்காக எடுத்த ஒரு ரோபோட் தான். இதோட பர்பஸ் வந்து அதுக்குலாம் இல்லை, நார்மலா என்டர்டைன்மெண்ட் பர்பஸ். கெஸ்ட்டை என்டர்டைன் பண்ண, ஃபேமிலி என்டர்டைன் பண்ண, கிட்ஸை என்டர்டைன் பண்ண, அதுக்கான யூஸ் தான் வந்து இந்த ரோபோட்டு. இதுக்கு எவ்வளவு பிரைஸ் வரும்? இதுக்கு வந்து இதோட பிரைஸ் வந்து 30 lakhs வரும். எக்ஸ்போர்ட்டட் மாடல். ரெண்ட்டுக்குன்னா 4 to 5 hours வரதுக்கு 1 lakh வரும் பெர் ஈவெண்ட். ஓகே, பெர் ஈவெண்ட் 1 lakh. 1 lakh உங்களை கான்டாக்ட் பண்ணதா பிளஸ் டிராவல் உங்களை கான்டாக்ட் பண்ணா எந்த இடத்துல இந்த மாதிரி ரோபோட் விசிட்டிங் கார்டு உள்ள இருக்கு. ஓகே ஓகே, பரவாயில்ல. ஓகே, പിന്നെ இதுக்கு எவ்வளவு பேக்கப் சார்ஜ்? எவ்வளவு சார்ஜ் வந்து 6 hours வரும். ஈவென்ட் வந்து 4 to 5 hours வரும். இது പിന്നെ என்டர்டெயின்மென்ட் பர்பஸ் பண்றது தான் யூஸ் பண்ண முடியுமா? அதாவது ப்ரமோஷன் எதுக்கு வேணா யூஸ் பண்ணலாம். மெயினா ஃபோக்கஸ் வந்து என்டர்டெயின்மென்ட் பர்பஸ். பேசாது, பட் கை கொடுக்கும், ஹேண்ட் ஷேக் பண்ணும், மூவ்மெண்ட் கொடுக்கும், டான்ஸ் ஆடும். அதுக்கானது மெயின். டான்ஸ் ஆட முடியுமா? ஏதாவது ചെറിയ ஸ்டெப் பண்ண போக முடியுமா? ஃபோன் இல்ல, அதுதான் ப்ராப்ளம். ஓகே ஓகே, உங்க ரிமோட் கண்ட்ரோலுக்கு போன் தேவையா? ஃபோன் கனெக்ட் பண்ணனும். ஓகே ஓகே ஓகே. உங்க பேர் என்ன? ரோஷினி. ரோஷினி. ஓகே ஓகே, தேங்க் யூ.